കായംവിള നീലകേശി ഭദ്രകാളി ക്ഷേത്രത്തിൽ 11ാമത്, അതായത് ഏകാദശ പഞ്ചഭൂത സപ്തവിംശതി നക്ഷത്ര യാഗം. ഇത് 11ാം വർഷമാണ്. ഈ ക്ഷേത്രത്തിന് 25ഓളം വർഷം പഴക്കമുണ്ട്. ഈ വർഷം ഈ പഞ്ചഭൂതം 5 ഭൂതങ്ങൾ 27 നക്ഷത്രങ്ങൾ, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ, അത് മാനവരാശിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ജ്യോതിഷശാസ്ത്ര വിധിപ്രകാരം അറിയാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഇതിലെല്ലാം പങ്കെടുത്ത് വളരെയധികം അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ദേവിയുടെ ചൈതന്യവും ശക്തിയും ഈ യാഗത്തിലൂടെ വർഷാവർഷം ചെയ്യുന്നതുകൊണ്ട് വർദ്ധിച്ചു വരുന്നു. ഭക്തജനങ്ങളുടെ കാര്യസിദ്ധി ഉണ്ടാകുന്നു, അവരുടെ ദുഃഖങ്ങൾ മാറുന്നു, സുഖം അവർക്ക് ദേവി അനുഗ്രഹിക്കുന്നു. കണ്ടം കരടിക മേലത്തിരുതുടി താളം എന്നാടിൻ അമ്മ തിരുവടിയുറയും താളം കാതിൽ മതഗജ വ്യാഘ്രത്തോടകളിളകേ കയ്യിൽ വട്ടക വാളുവേന്തി വരേണേ ചെമ്പളതാളത്തിൽ ഭദ്രേ സുന്ദര രൂപേ തിരുരൂപം പ്രവതരിയുമ്പോൾ മണ്ഡലമാകും താളച്ചുവടം കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിനുടയവനിയേ നാടിന് രക്ഷകയെ. മണ്ഡലമാകും താളച്ചുവടം കണ്ടു വണങ്ങിയിടാൻ പരദേവതകാവിനുടയവനിയേ നാടിന് രക്ഷകയെ. 27 നക്ഷത്രങ്ങൾക്ക് 27 ഹോമകുണ്ഡം ഉണ്ടാക്കി, നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ഹോമകുണ്ഡം ഉണ്ടാക്കി, ഇതിനെ പ്രത്യേകം പൂജ ഈ യജ്ഞശാലയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ ഭക്തരും നല്ല അനുഭവങ്ങളോടുകൂടിയാണ് അവർ പോകുന്നത്. അവർക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.